ക്ഷേമ പെൻഷൻ പ്രശ്നങ്ങൾ, ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ, കാരുണ്യ പദ്ധതിയുടെ പ്രശ്നങ്ങൾ, ചികിത്സാ ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിനെ UDF നേരിടാൻ പോകുന്നത്. അത് പ്രധാനമായും സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പോർമുഖം തുറക്കലാണ്. അവിടെ സംസ്ഥാന സർക്കാർ പറയുന്നു, നോക്കൂ, ഞങ്ങളുടെ പ്രതിസന്ധിക്ക് കാരണം, ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കാരണം, അതിനുള്ള കാരണം എന്ന് പറയുന്നത് അർഹിക്കുന്ന കേന്ദ്രവിഹിതം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മുഖ്യ പ്രതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണെന്നും അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് സമരം ചെയ്യാമെന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമായാൽ യഥാർത്ഥത്തിൽ എന്താണോ UDFൻ്റെ രാഷ്ട്രീയ ആയുധം അത് അവർ താഴെ വയ്ക്കുകയാണ്. താഴെ വെച്ചിട്ട് പിണറായി വിജയനുമായും LDFുമായും തോളോട് തോൾ ചേർന്നിട്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്താൽ പിന്നെ നിങ്ങളെന്തിനാണ് ഈ സംസ്ഥാന സർക്കാരിനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു ചോദ്യം വരും. ആ ചോദ്യത്തോടു കൂടി തന്നെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ എല്ലാ വാദമുഖങ്ങളുടെയും മുനയൊടിയും എന്നുള്ളത് രാഷ്ട്രീയമായി ബോധ്യമുള്ളവരാണ്.